നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വച്ചിട്ട് ബാഗ്, പാഡ്സ്, മൊബൈൽ എല്ലാം ഏതോ കള്ള അടിച്ചുകൊണ്ട് പോയി. പെട്ടു. എങ്ങനെ നാട്ടിലെത്തും? ഓരോ ഓപ്ഷനും ഇല്ല. ഒന്നീ ചെന്നൈയിൽ ജോലി ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ആരുടെ തമിഴന്മാരടുത്ത് പൈസ വെച്ചിട്ട് വരേണ്ടി വരും. എന്തു ചെയ്യും? പെട്ടു. വേറൊരു ഓപ്ഷനും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് 100 കണക്കിന് കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എല്ലാം നമുക്ക് ഭയങ്കര പവറാണ് നമ്മളെ മെമ്മറി. അതായത് നമ്മളെ സഹായിക്കുന്ന ഏതെങ്കിലും 1-2 വ്യക്തികളെ മൊബൈൽ നമ്പർ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഫീഡായിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമ്മൾ എവിടെ പോയി പെടും, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് യാതൊരു അറിവുമില്ലാത്ത ലോകത്തുകൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ട്വിസ്റ്റാണ്, നടന്ന സംഭവമാണ്. അതായത് ചെന്നൈ എയർപോർട്ടിൽ വെച്ചിട്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ബാഗ്, പാഡ്സ്, മൊബൈൽ മൊത്തം അടിച്ചുകൊണ്ട് പോയി. യാതൊരു നിവൃത്തിയില്ല, ഏകനായിട്ട് നിൽക്കുകയാണ്. ആരെയും പരിചയമില്ല. പക്ഷേ ഇത് നിങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള 2 വ്യക്തികളെ മൊബൈൽ നമ്പർ നിങ്ങളെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ചിലവർ ഈ എഴുതി കഴിക്കും, പക്ഷേ അതൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണേ, നടന്ന സംഭവമാണേ. അവൻ ചെന്നൈയിൽ വന്നിട്ട് അതായത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സിമ്മ് ഏകദേശം 10-20 വർഷമായിട്ട് മാറാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവൻ സ്ഥിരം എന്നെ വിളിക്കും. ഓട്ടോമാറ്റിക്കലി ഇവൻ്റെ മെമ്മറിയിൽ അത് ഫീഡായി. അങ്ങനെ എനിക്കൊരു കോള് വരികയാണ്. ഏതോ ഒരു തമിഴൻ്റെ മൊബൈലിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. ഹലോ, ഞാൻ ഇന്ന ആളാണേ. എന്താ എടാ, ഇങ്ങനെയാണ്, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവൻ കരയാണ്. ഞാൻ നീ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ അവൻ അടുത്തുള്ള ഒരു ഗൂഗിൾ പേ നമ്പർ എനിക്ക് അയച്ചു തന്ന് ഞാൻ അവന് ക്യാഷ് അയച്ചു കൊടുത്ത്, പുള്ളിക്കാരൻ നാട്ടിൽ വന്ന് വീണ്ടും എന്നെ വിളിച്ച് ഞാൻ പോയി അവനെ പിക്ക് ചെയ്ത് അവനെ വീട്ടിൽ കൊണ്ടാക്കി. അതാണ് ഒരു ഫോൺ നമ്പറിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൂടാത്ത, ചെന്നൈയല്ല, അറിഞ്ഞുകൂടാത്ത ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ പെട്ടതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നിസ്സാരമായിട്ട് കരുതൽ. ഫോൺ നമ്പർ അറിയാവുന്നുള്ളൊരു ഫോൺ നമ്പർ നമ്മളെ മെമ്മറിയിൽ ഫീഡാക്കി എപ്പോഴും വച്ചേക്കുക. എഴുതിയും മൊബൈലിലെല്ലാം സേവാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പം എനിക്ക് ഒരേ ഒരു നമ്പറാണ്, എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു നമ്പർ എൻ്റെ മെമ്മറിയിൽ പണ്ട് മുതലേ വിളിക്കുന്നുണ്ട്. അത് ഫീഡാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ ഞാൻ എവിടെ പോയാലും പെട്ടാലും ഞാൻ എന്തായാലും തിരിച്ചു വരും. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വരേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളെ അത് സഹായിക്കാൻ മെൻറ്റാലിറ്റിയുള്ള വ്യക്തികളെ നമ്പർ തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ വിളിച്ചാൽ പോലെ ആളെടുക്കില്ല. നടന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ മൊബൈൽ നമ്പർ നിസ്സാരമല്ല. അത് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ നമ്മളെ മൈൻഡിൽ ഫീഡ് ചെയ്യുക. ഇതേപോലെ ഒരു സംഭവം, നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഒരു പെൺകുട്ടി. അപ്പോൾ ഞാൻ അലഞ്ഞു തിരിഞ്ഞങ്ങ് നടക്കുകയാണ്. അപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. അപ്പം ഞാൻ നോക്കിയപ്പം അവിടുത്തെ കുറേ ആൾക്കാർ പെൺകുട്ടിയെ വാച്ച് ചെയ്യുന്നു, വളയുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാരണം ഞാൻ ചെന്നിട്ട് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ഇടത്തെ കയ്യിൽ മൊബൈൽ നമ്പർ പച്ച കുത്തിയിരിക്കുകയാണ്. ഓർത്തോ? അങ്ങനെ ഞാൻ ആ മൊബൈലിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പം തമിഴരാ. ഞാൻ ഇവിടെ നിങ്ങളെ ആരാണ്? അതല്ല, നിങ്ങളെ ഒരു മോൾ ഇവിടെ നിൽപ്പുണ്ട്, ഇന്ന സ്ഥലത്ത് നിൽപ്പുണ്ട്. അയ്യോ, 2 ദിവസമായിട്ട് കുട്ടിയെ കാണാനില്ല, തലയ്ക്ക് ബുദ്ധി വളർച്ച കുറവുള്ളൊരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ ഒരു 1.5 മണിക്കൂറിനകത്ത് ഞാൻ വെയിറ്റ് ചെയ്തു. നമുക്ക് മനുഷ്യത്വം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത സമയത്ത് അവർ 1.5 മണിക്കൂറിനകം അവരുടെ ഫാമിലി വന്നു. ആ പെൺകുട്ടിയെ സേഫായിട്ട് കൊണ്ടുപോയി. എൻ്റെ അടുത്ത് നന്ദിയും കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് ക്യാഷ് തരാൻ പോയി. ഞാൻ എനിക്ക് ക്യാഷൊന്നും വേണ്ട, നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് അത് എനിക്ക് ദൈവം തന്നോളും എന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടു. അതാണ് ഓരോ ഫോൺ നമ്പറിൻ്റെയും വാല്യൂ എന്ന് വെച്ചാൽ. കൂടാതെ ട്രെയിനിലോ ബസ്സിലോ കിടന്ന് ഉറങ്ങരുത്. 8ൻ്റെ പണി 100% കിട്ടും. അതും നമ്മളെ കേരള സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, മൊത്തം പ്രശ്നമാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. നമ്മളെ സ്വബോധത്തിൽ നമ്മളെ പേഴ്സ് അടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മളറിയില്ല, പിന്നീട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് അതൊന്ന് കെയർ കൊടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ?
മൊബൈൽ ഫോണും നമ്മളെ ഒരു അംശമാണ് ഈ മൊബൈൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എല്ലാ ബന്ധങ്ങളും എല്ലാം തകരും. അതുകൊണ്ട് നമ്മളെ മെമ്മറിയിൽ ഫീഡ് ചെയ്യുക. എന്തായാലും ഒരു 100 കൂട്ടം കാര്യങ്ങളും എല്ലാം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല മെമ്മറിയാണ്. ജസ്റ്റ് ഒരു ഫോൺ നമ്പർ രക്ഷപ്പെടാം. ഓക്കെ കൂട്ടരെ, താങ്ക് യു.